ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഫാമിലി മെമ്പർ ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച വീഡിയോ ആണ്. അതായത് നമ്മളുടെ ഫേസിൽ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ട് പോയ പാടുണ്ടാവില്ലേ, അപ്പോൾ ആ പാട് മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ ചെയ്യണത്. പണ്ട് കാലം തൊട്ടേ നമ്മളുടെ മുത്തശ്ശിമാരും അമ്മമാരൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ടിപ്പാണ്. പിന്നെ ചിക്കൻ ബോക്സ് വന്നു പോയിട്ട് കുറേ നാളായി, ഇപ്പോഴും ആ പാടുണ്ട്. ഒരുപാട് പഴകിയ പാടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, നല്ല എഫക്റ്റീവായിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ മരുന്ന് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് രക്തചന്ദനമാണ്. രക്തചന്ദനം ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിൽ ഏതാണ് നല്ലതെന്നൊന്നും ഒറിജിനൽ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ആയുർവേദ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുക. നമ്മുടെ നാട്ടിൽ എന്തായാലും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സംഭവമാണ്, അധികം റേറ്റും ഇല്ല. ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഏതാണ് നല്ലത്. എന്തായാലും ഒന്ന് രണ്ട് നല്ല ബ്രാൻഡ്സിൻ്റെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം രക്തചന്ദനത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പാടുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാട്ടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുള്ളത് മാത്രം. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ചെറുനാരങ്ങ നീര് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ പാടുള്ള ഭാഗത്ത് മാത്രം ഇത് തേച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഫേസ് ഫുള്ളായിട്ട് നല്ല നിറം വെക്കണം, അല്ലെങ്കിൽ പിമ്പിൾസ് പോയ പാടുണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് മുഖം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ചെറുനാരങ്ങ അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ ആ പാടുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഓയിൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയി വാങ്ങിച്ചോളൂ കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ പാക്കിലത്തെ എല്ലാ ഇൻഗ്രീഡിയൻസും നിർബന്ധമാണ്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കേണ്ട ചേച്ചി അതില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, ഇത് ചേർത്തില്ലെങ്കിൽ റിസൾട്ട് കിട്ടുമെന്ന്. ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ചേർത്താൽ മാത്രമാണ് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്കിപ്പോൾ ആയുർവേദശാലകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അധികം വിലയൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അതന്നെ വാങ്ങിച്ചിട്ട് ചേർക്കാം. ഇനി അത് കിട്ടിയില്ല, നിങ്ങളുടെ കയ്യിൽ കസ്തൂരി മഞ്ഞളുടെ പൊടിയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ആ പാക്ക് കുറച്ച് കട്ടിയായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് ചേർത്തിട്ടൊന്ന് ലൂസാക്കി കൊടുക്കാം. എന്നാൽ പോലും വെള്ളം ചേർക്കരുത് കേട്ടോ, ചെറുനാരങ്ങ നീര് തന്നെ ചേർക്കണം. അപ്പോൾ നമുക്കൊരു ഫേസ് പാക്കിൻ്റെ ആ ഒരു പരുവാക്കിയിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ പാടുള്ളത് അവിടെയൊക്കെ തേച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിൽ ആ ചിക്കൻ ബോക്സ് ഉണങ്ങി തുടങ്ങില്ലേ, അപ്പോൾ തൊട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പാട് വരാതെ തന്നെ നമുക്ക് അത് മാറി കിട്ടും കേട്ടോ. അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് അപ്ലൈ ചെയ്യാമെന്ന്. ഹലോ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചോളൂ, ഞാൻ എന്തായാലും റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് പാടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചെടുക്കാം, കട്ടിയായിട്ട് തന്നെ ആ ഒരു ഭാഗത്തുണ്ടല്ലോ ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫേസ് ഫുള്ള് തേക്കണം എന്നുള്ളവർക്ക് തേക്കാം, ഇല്ലെങ്കിൽ പാടുകളുള്ള ഭാഗത്ത് മാത്രം തേച്ചാൽ മതി. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റം കാണാനായിട്ട് പറ്റും. നന്നായിട്ട് ആ പാടുണ്ടല്ലോ ഫേഡായി പോവും. ഇത് നിങ്ങൾക്ക് പണ്ട് ആണ് ഈ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളത്, നിങ്ങളുടെ പാട് ഭയങ്കര പഴയതാണെങ്കിലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഈ ചിക്കൻ ബോക്സ് വന്നു പോയിട്ടുള്ള കുഴികളുണ്ടല്ലോ അത് മാറാനായിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിന് വേറൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ ഉണ്ട്. നമ്മൾ ആ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പിമ്പിൾസ് വന്നു പോയിട്ടുള്ള മുഖത്തെ കുഴികളില്ലേ അതിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഉടനെ തന്നെ വീഡിയോ ചെയ്യാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.